നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് കൃഷ്ണനാട്ടം. നട തുറന്നിരിക്കുന്ന സമയത്ത് കൃഷ്ണനാട്ടം നടത്താറില്ല. ഭഗവാൻ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്ന ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം. അതുകൊണ്ട് തന്നെയാണ് നട തുറന്നിരിക്കുന്ന സമയത്ത് ഈ വഴിപാട് നടത്താത്തത്. രാത്രി 10 മണിക്ക് ശേഷം വെളുപ്പിന് നട തുറക്കും മുൻപാണ് ഈ വഴിപാട് നടത്തുന്നത്. 8 ദിവസം തുടർച്ചയായി ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിലാണ് കൃഷ്ണനാട്ടം ആടുന്നത്. ഭഗവാന്റെ ഇഷ്ട വഴിപാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കൃഷ്ണനാട്ടത്തിലെ 8 കഥകളിൽ ഓരോന്നും വഴിപാടായി നടത്തിയാൽ ഓരോ ഫലങ്ങളാണ്. 3000 രൂപയാണ് വഴിപാടിന് നൽകേണ്ടത്. കോഴിക്കോട് സാമൂതിരി മാനവേദ രാജാവ് 17-ാം നൂറ്റാണ്ടിൽ ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതം 8 ദിവസത്തെ കഥകളായി ഇതിൽ അവതരിപ്പിക്കുന്നു. ഓരോ ദിവസവും ഓരോ കഥയാണ്. അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്നിവയാണ് 8 ദിവസത്തെ കഥകൾ. സംസ്കൃതവും മലയാളവും ഇടകലർന്ന കൃഷ്ണഗീതി എന്ന കാവ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവതാരം എന്ന കൃഷ്ണനാട്ടം സന്താന ഭാഗ്യത്തിനും, ബാണയുദ്ധം നമുക്ക് നല്ല ജോലി ലഭിക്കാനും ബിസിനസ്സിൽ ഉയർച്ചയ്ക്കും ഇഷ്ടകാര്യ സിദ്ധിക്കും, അതുപോലെ തന്നെ സ്വയംവരം നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്.